പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൻ്റെ മെയിൻ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് പാറ്റേൺസ് തന്നെയാണ്. അതായത് നമ്മൾ വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നു, ഒരു ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, കൃത്യമായിട്ടുള്ളൊരു ഉറക്കമില്ല, കൃത്യമായിട്ടുള്ളൊരു വ്യായാമങ്ങളില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും വലിച്ചു വാരി ഒരു ചെയിൻ പോലെ നമ്മൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിശപ്പിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പം പലർക്കും ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഫുഡിനോടുള്ള ആ ഒരു ക്രേവിങ്സും ഫുഡിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർത്തി നമുക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. വിശപ്പ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഹങ്കർ എന്ന് പറയുമ്പം മെഡിക്കലി 2 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഹോമിയോസ്റ്റാറ്റിക് ഹങ്കറും ഉണ്ട്, ഹെഡോണിക് ഹങ്കറും ഉണ്ട്. ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ എന്ന് പറയുമ്പം നമുക്ക് വിശന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഫുഡൊന്നും കഴിക്കാതെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് ടൈം ആകുമ്പോഴേക്കും നമുക്കൊരു ആ ദഹനം എല്ലാം കഴിഞ്ഞു, ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശപ്പ് വരുന്നതാണ്. അതാണ് ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ എന്ന് പറയുന്നത്. അതൊരു ട്രൂ ഹങ്കർ തന്നെയാണ്. പക്ഷേ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുമ്പം ഫുഡ് കഴിച്ചു, നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് എല്ലാം ഫുഡ് കഴിച്ചു, പക്ഷേ നമ്മളൊരു ചോക്ലേറ്റ്സോ ഒരു ഐസ്ക്രീംസോ കണ്ടു. നമ്മളൊരു പാർട്ടിയിലൊക്കെ പോയിട്ട് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു, പക്ഷേ ഒരു ഐസ്ക്രീംസും ചോക്ലേറ്റ്സും എല്ലാം കണ്ടപ്പം നമുക്കൊരു ക്രേവിങ്സ്, നമ്മളെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു, ഓ ഇത് എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു, എനിക്ക് ആ ഒരു ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കഴിക്കാം എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാത്വേ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുന്നത്. ഈ വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ധാരാളം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗ്രെനിൻ, ലെപ്റ്റിൻ, ഇൻസുലിൻ പോലത്തെ ഹോർമോൺസ് ആണ് നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ബാലൻസ് ചെയ്യുന്നതും അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതും. ഗ്രെനിൻ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് വിശപ്പിൻ്റെ, അതായത് നമുക്ക് വിശപ്പ് തോന്നിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായി എന്നുള്ള ആ ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഈ ഗ്രെനിൻ ഹോർമോൺസ് ആണ്. ലെപ്റ്റിൻ ഹോർമോൺസ് എന്താണ്? നമുക്ക് വിശപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫുൾ ഫിനിഷ്ഡ് ഫീലിംഗ് തരുന്നതാണ് ലെപ്റ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇൻസുലിൻ, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ധർമ്മം എന്താണ്? രക്തത്തിലെ ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ 3 ഹോർമോൺസിൻ്റെ ഒരു ഓൾ ടുഗദർ ഫങ്ഷനിങ് ആണ് നമ്മുടെ വിശപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹങ്കർ സെൻറ്റർ ആക്റ്റീവ് ആവുന്നത്. വണ്ണം കൂടി വരുന്നുണ്ട്, എനിക്ക് ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല, കുടവയറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വെയിറ്റ് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നു, ഈ ഒരു പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. പലർക്കും അതൊരു ആരോഗ്യ പ്രശ്നമാണ്, അതോടൊപ്പം തന്നെ അവർക്കൊരു ബ്യൂട്ടി പ്രശ്നങ്ങളുമായിട്ടും പറയുന്നുണ്ട്. ഈ വണ്ണം കൂടി വരിക എന്ന് പറയുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു മെക്കാനിസമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കോശങ്ങളിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തിക്കുന്നത് ആ ഒരു ഇൻസുലിൻ്റെ സഹായത്തോടു കൂടെ. നമുക്ക് എനർജി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനും ഒരു ഫങ്ഷൻ ചെയ്യാനും എല്ലാം ഊർജ്ജം നൽകുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ്. അതാണ് നോർമലി നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അതായത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അവിടെ ആബ്സെൻ്റ് ആവുന്നു. അതായത് ഈ ഒരു എക്സസ് ഫാറ്റ് കാരണം കോശങ്ങളിന് ചുറ്റുമുള്ള ഈ ഒരു എക്സസ് ഫാറ്റ് അല്ലെങ്കിൽ എക്സസ് ഫാറ്റ് സ്റ്റോറേജ് കാരണം ഇൻസുലിൻ കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അപ്പം കോശങ്ങളെല്ലാം വീക്കാവുന്നു, നമുക്കൊരു എനർജി ഉണ്ടാവില്ല, ക്ഷീണം അനുഭവപ്പെടുന്നു, ഒട്ടും ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരുന്നു. ഓട്ടോമാറ്റിക്കലി ബ്ലഡിൽ ഇൻസുലിനും ഗ്ലൂക്കോസ് മോളിക്യൂൾസും നമ്മളെ രക്തത്തിൽ വർദ്ധിച്ചു വരുന്നു. അത് കൂടി വരുമ്പോഴാണ് പലരും ക്ഷീണം എന്നുള്ള ആ ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്. അത് കാരണം അല്ലെങ്കിൽ ആ ഒരു ഇൻസുലിൻ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, വിശപ്പ് കുറഞ്ഞു പോകുന്നു, ചിലർക്ക് വിശപ്പ് കൂടി വരുന്ന പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെപ്റ്റിൻ, ഇൻസുലിൻ, ഗ്രെനിൻ ഹോർമോൺസിനെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലാദ്യത്തേത് ഉറക്കം തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒട്ടും ഉന്മേഷം ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. അതേപോലെ തന്നെ ദഹനം കറക്റ്റ് ആവുന്നില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല,
ശരീരം മൊത്തം ഒരു വലിച്ചിലായിരിക്കാം. അപ്പോൾ 6 മണിക്കൂർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു 7 hours സ്ലീപ്പ് ഏറ്റവും അത്യാവശ്യമാണ്. പലരും ഈ ഉറക്കൊഴിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഉറക്കൊഴിഞ്ഞ് ഫോണിലും കമ്പ്യൂട്ടേഴ്സിലും ടി വിയിലും എല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മിഡ് നൈറ്റ് അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം പലർക്കും വിശക്കുന്ന ആ ഒരു ടെൻഡൻസി കണ്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മളെ ശരീരത്തിലെ ഈ ഹോർമോൺസ് ആയിട്ടുള്ള ലെപ്റ്റിനും അതേപോലെ തന്നെ ഗ്രെനിൻ, ഇൻസുലിൻ, ഈ ഒരു ഹോർമോൺസിന്റെ മെറ്റബോളിസം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ മെറ്റബോളിസം തകരാറിലാവും, ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശപ്പ് റേസ് ചെയ്ത് വരും. അതാ 12 മണിയാകുമ്പോൾ നമുക്ക് ആ ഒരു വിശപ്പിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടി വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു, അമിതവണ്ണമാണ് എല്ലാ അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും വർക്കൗട്ട്സ് ഇല്ലാത്ത അവസ്ഥയാണ് ഈ ഒരു ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള വർക്കൗട്ട്സ് ആണ് അത്യാവശ്യമായിട്ടുള്ളത്. വർക്കൗട്ട്സ് തന്നെ പല ടൈപ്സ് ഉണ്ട്. എയറോബിക് ഉണ്ട്, കാർഡിയാക് ഉണ്ട്, ഹൈ ലിഫ്റ്റിംഗ് ഇൻറ്റൻസിറ്റി എക്സസൈസും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. അത് പറയുമ്പം ഒരു 30 minutes വാക്കാണെങ്കിൽ 30 minutes ഉള്ള ഒരു എക്സസൈസ് ആണെങ്കിൽ 10 ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ 10 നിങ്ങൾ സ്പീഡ് കൂട്ടി നടക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 10 minutes സ്പീഡ് കുറച്ച് നടക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 10 minutes പിന്നെയും സ്പീഡ് കൂട്ടി നടക്കാൻ ശ്രമിക്കുക. ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു വേവി പാറ്റേൺസ്, ആ ഒരു വേ ഓഫ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സസൈസ് ചെയ്യുമ്പം നമ്മളെ മസിൽസും അതേപോലെ തന്നെ ഹൃദയവും എല്ലാ ബോഡി ഫങ്ഷൻസും എല്ലാം ഒന്ന് ആക്റ്റീവ് ആവും. ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് സ്റ്റോറേജ് ഈസി ആയിട്ട് ബേൺ ഔട്ട് ആവുന്നതാണ്. എക്സസ് ആയിട്ടുള്ള കലോറീസിനെ നമുക്ക് ഈസി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ ഡെയിലി വർക്കൗട്ട്സ് അത്യാവശ്യമാണ്. മാനസികമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഉള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു പൂർണ്ണതയിൽ എത്തത്തില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വർക്കൗട്ട്സും അതേപോലെ തന്നെ പ്രാണായാമാസ്, മൈൻഡ് റിലാക്സിങ് എക്സസൈസ്, ഒരു പാട്ട് കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, നല്ല വ്യക്തികളോട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യാതെ മൈൻഡിൻ്റെ ആ ഒരു കൂടുതൽ ഓവർ തിങ്കിങ് പാറ്റേൺസ് എല്ലാം ഡീവിയേറ്റ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് ഒരു 4 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഒരു 5 സെക്കൻഡ്സ് നിങ്ങൾ ആ ഒരു ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് നിർത്തുക. 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു 8 സെക്കൻഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗേഴ്സിൽ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 അങ്ങനെ ആ ഒരു കൗണ്ട് ചെയ്തിട്ട് ഒരു 8 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രത്തിനെ അല്ലെങ്കിൽ ആ ഒരു എയറിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു 5 വട്ടോ അല്ലെങ്കിൽ ഒരു 10 വട്ടോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഒരു 2 hour ഉറങ്ങുന്നതിൻ്റെ മുൻപൊക്കെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു മസിൽസ് എല്ലാം റിലാക്സ് ആവുകയും സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ആവുകയും ആ ഒരു സ്പൈക്കിൽ നിൽക്കുന്ന എല്ലാ ഇംബാലൻസും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഭക്ഷണ രീതിയിലോട്ട് വരാം. ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പം ബാലൻസ്ഡ് ഡയറ്റാണ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, അന്നജം അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ, കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇതിനേക്ക് ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണത്തിലേക്കും പല അസുഖങ്ങളിലേക്കും ട്രിഗർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതാദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പകരം ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു 50% പ്രോട്ടീൻസും അതേപോലെ തന്നെ ഒരു 20% അല്ലെങ്കിൽ ഒരു 30% ഫാറ്റ്സും എടുക്കുക. ദെൻ റിമൈനിങ് ഒരു 20% കാപ്സ് നമുക്ക് അത്യാവശ്യമാണ്, എനർജി വേണമല്ലോ. അപ്പോൾ കാപ്സ് ഒരു 10 to 20% മാത്രം. ഈ ഒരു ബാലൻസ് ഡയറ്റാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിനെ ഒരു 3 ഭാഗമാക്കി തിരിക്കുക. അതിൻ്റെ അകത്ത് ഒരു 1/4 ഭാഗം മാത്രം നിങ്ങൾ കഴിക്കുന്ന ചോറ്, ബാക്കി 3/4 ഭാഗവും പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും വിറ്റമിൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചോറ് എന്ന് പറയുമ്പം തവിടുള്ള ധാന്യങ്ങൾ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. തോരൻ അല്ലെങ്കിൽ സാലഡ്സ് ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 2-3 മുട്ട ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിക്കൻ ഐറ്റംസ് എടുക്കാം, അത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കാം. മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ യോഗേർട്സ്, പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള തൈരോ മോരോ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക.
ഇതാണ് ഒരു ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. ഇനി ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? omega-3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒലിവ് ഓയിൽസും അവക്കാഡോ, ബനാന, സിട്രസ് ഫ്രൂട്ട്സ് ഇതിലെല്ലാം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. നട്ട്സ്, ബ്രസീൽ നട്ട്സ്, വാൽനട്ട്സ്, ആൽമണ്ട്സിലെല്ലാം ഹെൽത്തി ഫാറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ അകത്ത് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി ഹെൽത്തി പ്രോട്ടീൻസ് ഉൾപ്പെടുത്താവുന്നതാണ്. എഗ് യോക്ക്, എഗ് വൈറ്റിലെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റിൽ, ചിക്കൻ ലിവറിൽ എല്ലാം ഹെൽത്തി പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നട്ട്സിലും പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സിലൊക്കെ ഹെൽത്തി പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫൈബർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഫൈബർ എന്ന് പറയുമ്പോൾ നാരുകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓറഞ്ച്, മൊസമ്പി, നെല്ലിക്ക ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക. ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. തൈറോയ്ഡ് രോഗികളാണെങ്കിൽ അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ്. സാലഡ്സ് ആക്കി കഴിക്കുമ്പം ഓർക്കുക, ഒലിവ് ഓയിൽസും അതേപോലെ തന്നെ പെപ്പറും ധാരാളം നിങ്ങൾ ആ ഒരു സാലഡ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗ്രൗണ്ട് നട്ട്സ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അത് സാലഡ്സ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ചെറുപയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. വാട്ടർ ഇൻടേക്ക് ഏറ്റവും അടിസ്ഥാനമാണ്. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ ഡെയിലി ഒരു ബോഡിയിലെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ടൈമിങ്ങും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൃത്യ ടൈമിങ്ങിൽ അളവ് കുറച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. രാവിലെ ഒരു 7 മണി, ഉച്ചയ്ക്ക് ഒരു 1 മണി, വൈകിട്ട് ഒരു 4 മണി ചായ അത്യാവശ്യമാണെങ്കിൽ, അതേപോലെ തന്നെ രാത്രി ഒരു 7 മണി. ഈ ഒരു പാറ്റേണിലായിരിക്കണം നിങ്ങളൊരു ഫുഡ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചിട്ട് തവണകളാക്കി അല്ലെങ്കിൽ അളവ് കൂട്ടിയിട്ട്, അതായത് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് തവണകൾ കൂട്ടിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. നിങ്ങളെ വിശപ്പിൻ്റെ ആ ഒരു സ്പൈക്കായി നിൽക്കുന്ന ആ ഒരു ലെവൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഒപ്പം തന്നെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. കൂടുതൽ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഭക്ഷണ രീതികളും നിങ്ങളുടെ ഉറക്കവും അതേപോലെ തന്നെ വ്യായാമവും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഒരുവിധ അസുഖങ്ങളെല്ലാം നമുക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്